വെൽക്കം, തഹ്മനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഷിഗല്ലയെ കുറിച്ചിട്ടാണ്. ഷിഗല്ല, ബാസില്ലൈ ഷിഗൽ, ബാസിലറി ഡിസെൻട്രി ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ് ഷിഗല്ല. ഷിഗല്ലോസിസ് ആണ് ഇതുണ്ടാക്കുന്ന മൊത്തത്തിൽ ഉള്ള അസുഖം. ഷിഗല്ലോസിസ് എന്നാണ് പറയാ. ആൻഡ് 4 സ്പീഷീസ് ഉണ്ട് ഷിഗല്ല, ബേസ്ഡ് ഓൺ സൊമാറ്റിക് ഓ ആന്റിജൻ. സൊമാറ്റിക് ഓ ആന്റിജനെ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ പറയുന്നത് 4 ഒന്ന് ഷിഗല്ല ഡിസെൻട്രി ആണ്. ഡിസെന്റർ, IAE, ഡിസെൻട്രി ആണ് ഒരെണ്ണം. രണ്ടാമത്തത് ഷിഗല്ല ഫ്ലെക്സ് നെറി ആണ്, ഫ്ലെക്സ് നെറി ഉണ്ട്. ദെൻ ഷിഗല്ല ബോയ്ഡി എന്ന് പറയുന്നുണ്ട്. ദെൻ ഷിഗല്ല സൊന്നൈ, SONNEI ആണ്, സൊന്നൈ. ആൻഡ് ഇതിൽ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്, ഷിഗല്ല സൊന്നൈ ആണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഷിഗല്ല ഫ്ലെക്സ് നെറി ആണ്. സോ ദിസ് ഇസ് ദ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ഇതാണ്. പക്ഷെ മോസ്റ്റ് സിവിയർ ഡിസെൻട്രി ഉണ്ടാക്കുന്നത് പക്ഷെ ഇതാണ്, ഷിഗല്ല ഡിസെൻട്രിയെ ആണ്. ആൻഡ് ഇതിൽ തന്നെ വീണ്ടും 0 ടൈപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസെൻട്രിയിൽ 15 ഉണ്ട്. ദെൻ ഫ്ലെക്സ്നറിയിൽ 6 ഉണ്ട്. ഇതിനകത്ത് ഒരു 19 ഉണ്ട്. ഇതിനകത്ത് 1 മാത്രം. സോ ഇങ്ങനെ 0 ടൈപ്സ് ഉണ്ട്. ഇനി ഷിഗല്ല ഗ്രാം നെഗറ്റീവ് ബാസില്ലൈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഉപവിഭാഗമാണ് എൻട്രോബാക്ടീരിയേസി. അതിൽ ഉൾപ്പെടുന്നതാണ് ഷിഗല്ല. സോ അപ്പൊ എൻട്രോബാക്ടീരിയസിയുടെ പല സവിശേഷതകളും ജനറൽ ഫീച്ചേഴ്സും ഷിഗല്ലയ്ക്കും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സോയിലൊക്കെ ആയിരിക്കും ഇവ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുക. അപ്പൊ ബേസിക്കലി ഇത് ഗ്രാം നെഗറ്റീവ് ബാസില്ലയാണ്. അപ്പൊ ഗ്രാം നെഗറ്റീവ് സ്റ്റെയിനിങ് ടെസ്റ്റ് ഒക്കെ ഇത് അതായിരിക്കും കിട്ടുക. അപ്പോൾ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ സ്റ്റെയിനിലൊക്കെ ആയിരിക്കും ഇത് കാണുക. ദെൻ എയ്റോബിക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ എയ്റോബിക്. രണ്ടാമത്തത് എയ്റോബിക് ആണ്, ഓർ ക്യാൻ ബി ഫാക്കൽറ്റേറ്റീവ് അനൈറോബും ആകാം എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തത് നോൺ ഫാസ്റ്റീഡിയസ് ആണ്. നോൺ ഫാസ്റ്റീഡിയസ് എന്ന് വെച്ചാൽ വലിയ പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട, ഓർഡിനറി മീഡിയയിലൊക്കെ വളരും, ന്യൂട്രിയന്റ് അഗറിലൊക്കെ വളരും. എങ്കിലും ഇത് വളർത്താനായിട്ട് നമുക്ക് സാൽമോണലയ്ക്കും ഷിജല്ലയ്ക്കും ഒരേ മീഡിയ ആണ് ഉപയോഗിക്കുന്നത്. മക്കോൺഗിയിലൊക്കെ വളരും എന്നുള്ളതാണ്, ന്യൂട്രിയന്റ് അഗറിലൊക്കെ വളരും. ദെൻ നാലാമത്തത് ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യും. അഞ്ചാമത്തത് നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് നൈട്രൈറ്റ് ആക്കുന്നതും ആ ടെസ്റ്റും ഇത് ഒക്കെയാണ്, റെഡ്യൂസ് ചെയ്യും. ഇനി സാധാരണ എല്ലാ എൻട്രോബാക്ടീരിയസിയും കാറ്റലൈസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതും കാറ്റലൈസ് പോസിറ്റീവ് ആണോ എന്ന് വെച്ചാൽ ഷിജല്ല ഈസ് കാറ്റലൈസ് പോസിറ്റീവ് ആണ്. പക്ഷെ ഇതിനകത്തെ ഒരെണ്ണം, ദാറ്റ് ഈസ് ഷിജല്ല ഡിസെൻട്രിയെ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഷിജല്ല ഡിസെൻട്രിയെ ടൈപ്പ് 1 ഈസ് കാറ്റലൈസ് നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പൊ എക്സെപ്ഷൻസ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് 7ാമത്തത് ഓക്സിഡൈസ് ആണ്. ഓക്സിഡൈസ് ടെസ്റ്റ് ഇത് നെഗറ്റീവ് ആണ്, ലൈക്ക് ഓൾ അതർ എൻട്രോബാക്ടീരിയസ്. ഇനി ഷിഗല്ല ഈക്കോളയെ പോലെ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ടോസ് ഫെർമെന്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഉത്തരം. സോ ഇറ്റ്സ് എ നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈക്കോളെ ആ ഗ്രൂപ്പിൽ, ക്ലെപ്സിലൊക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്. സോ ഷിജല്ലയും സാൽമോണലയും പക്ഷേ നോൺ ലാക്ടോസ് ഫെർമെന്റർ ഗ്രൂപ്പിലാണ്. അപ്പോൾ ആസിഡ് ഫോർമേഷൻ ഉണ്ടോ? അപ്പൊ ഇല്ല. നോ ആസിഡ് ഫോർമേഷൻ. ഗ്യാസ് ഉണ്ടോ? ഇല്ല. pH താഴുമോ മീഡിയയുടെ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിങ്ക് കളർ കോളനി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പിങ്ക് കളർ കോളനി. അപ്പൊ നമുക്ക് കിട്ടുന്നത് കളർലെസ് കോളനീസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. മക്കാങ്കെ അഗറിൽ കളർലെസ് കോളനീസ് ആണ് കിട്ടുക. പക്ഷെ ദിസൊനയെ എന്ന് പറയുന്നത് അത് ഒരു എക്സെപ്ഷൻ ആണ്. സോ ദിസ് ഇസ് എ ലേറ്റ് ലാക്ടോസ് ഫെർമെന്റർ. ലേറ്റ് ലാക്ടോസ് എന്ന് വെച്ചാൽ കുറെ നേരം കഴിയുമ്പോൾ, 48 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും. ലേറ്റ് ലാക്ടോസ് ഫെർമെന്റർ ആണ് സൊനേയി എന്നുള്ളത്. അപ്പോൾ വ്യത്യാസമാണ്. ഇനിയിപ്പോൾ കളർലെസ് കോളനീസ് ആണ് കിട്ടുന്ന. കളർ കോളനി കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെക്ടോൺസ് മീഡിയയിൽ ഇതിനൊരു ഗ്രീൻ കളർ കോളനീസ് ആയിരിക്കും ഇതിന് കിട്ടുക. ഇനി എല്ലാം തന്നെ മാനിറ്റോളിനെ ഫെർമെന്റ് ചെയ്യുമെന്ന് വെച്ചാൽ മാനിറ്റോൾ ഫെർമെന്റർ ആണ്. ഇവിടെയും എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, മാനിറ്റോളിനെ ഫെർമെന്റ് ചെയ്യാത്തത് ഷിജല്ല ഡിസെൻട്രി. ഇത് മാനിറ്റോളിനെ ഫെർമെന്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണ്. അപ്പൊ അടുത്തൊരു എക്സെപ്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ദാറ്റ്സ് അബൌട്ട് മോട്ടിലിറ്റി. മോട്ടിലിറ്റി പറഞ്ഞാൽ ദീസ് ആർ നോൺ മോട്ടൈൽ ആണ്, മോട്ടൈൽ അല്ല എന്നുള്ളതാണ്. ഈ കോളയൊക്കെ മോട്ടൈൽ ആയിരുന്നു. എൻട്രോബാക്ടീരിയസിൽ നോൺ മോട്ടൈലിന് അപ്പോൾ ഫേമസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഷിഗല്ല, പിന്നെ ഒരെണ്ണം ക്ലെപ്സില്ല. ഇനി എർസീനയൊക്കെ ഉണ്ട്, എങ്കിലും ഷിഗല്ല ആൻഡ് ക്ലെപ്സില്ലയാണ് നമ്മൾ സാധാരണ എപ്പോഴും നോൺ മോട്ടൈലിന് എക്സാമ്പിൾ ഒക്കെ പറയാ. സോ മോട്ടൈൽ അല്ലെങ്കിൽ ഫ്ലജല്ല ഉണ്ടോ? ഫ്ലജല്ല ഇല്ല. ഫ്ലജല്ല ഇല്ലെങ്കിൽ അപ്പോൾ ഫ്ലജല്ലാർ എച്ച് ആന്റിജൻ അല്ലെ, ഫ്ലജല്ലുള്ള ആന്റിജൻ എന്ന് പറയുന്നത് എച്ച് ആന്റിജൻ ആണ്, അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഓർക്കാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കുമോ, ഗ്യാസ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ട്രിപ്പിൾ ഷുഗർ, അയൺ, ആ ടെസ്റ്റിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കാത്തവയാണ് ഇവ. ഇനി മറ്റു ചില ടെസ്റ്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മീഥൈൽ റെഡ് പോസിറ്റീവ് ആണ്, മീഥൈൽ റെഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. സിട്രേറ്റ് യൂട്ടിലൈസേഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് നെഗറ്റീവ് ആണ്. ദെൻ യൂറിയേസ്
യൂറിയസ് നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. ദെൻ ഇൻഡോൾ ടെസ്റ്റ് ചില സ്ട്രെയിൻ അനുസരിച്ച് ചിലപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ കിട്ടാം. ദെൻ VP ടെസ്റ്റ് ഇത് ദിസ് ഈസ് നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ മറ്റ് എൻട്രോബാക്ടീരിയസിലൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ഇവിടെയും പറഞ്ഞു പോകുന്നു. ഇനി കൾച്ചർ ചെയ്യാൻ വളർത്താൻ സ്പെസിമെൻ നമ്മൾ എവിടെ നിന്ന് എടുക്കും എന്ന് ചോദിച്ചാൽ ഡിസെൻട്രി ആണ് ഇത് ഉണ്ടാക്കുന്നത്. സോ ഡിസെൻട്രി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത് മ്യൂക്കസ് ഫ്ലേക്സ് ഓഫ് സ്റ്റൂളിന്റെ ഭാഗം എടുത്തിട്ടായിരിക്കണം നമ്മൾ കൾച്ചർ ചെയ്യുക, എങ്കിലാണ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വളർത്താനായിട്ടുള്ള മീഡിയം നമ്മൾ പറഞ്ഞ നോൺ ഫാസ്റ്റിഡീസ് ആണ്. നമ്മുടെ ന്യൂട്രിയൻ്റ് അഗറിലും ബ്രോത്തിലും ഒക്കെ വളരും. എങ്കിലും ഷിജല്ലയും സാൽമണല്ലയും നമ്മൾ ഒരുമിച്ച് ഒരു മീഡിയത്തിലായിരിക്കും. ഒരുമിച്ച് മീൻസ് ഒരേപോലുള്ള മീഡിയത്തിലാണ്, സെയിം മീഡിയയിലാണ് നമ്മൾ ഉപയോഗിക്കുക. മക്കോൺകി നമുക്ക് ഉപയോഗിക്കാം. ദെൻ ക്ലഡ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ട്രാൻസ്പോർട്ട് മീഡിയം, ഇതിന് വേണ്ട ട്രാൻസ്പോർട്ട് മീഡിയം ഓർത്ത് വെക്കുക. അത് സച്ച് ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയ ആണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഒരെണ്ണം കൂടി നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കാരി ബ്ലെയർ മീഡിയ നമുക്ക് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള സെലക്റ്റീവ് മീഡിയ എന്താണെന്ന് വെച്ചാൽ DCA ആണ്. DCA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോക്സിക്കോളൈറ്റ് സിട്രേറ്റ് അഗർ മീഡിയം ആണ് DCA മീഡിയം. ദെൻ XLD മീഡിയം നമുക്ക് ഉപയോഗിക്കാം. SS മീഡിയ എന്ന് വെച്ചാൽ സാൽമണല്ല ആൻഡ് ഷിജല്ല, ഇതിന് രണ്ടും കൂടിയുള്ളതാണ്. SS മീഡിയ നമുക്ക് ഉപയോഗിക്കാം. ഷിജല്ല, സാൽമണല്ല മീഡിയ ഇതിൽ വളരുമ്പോൾ ബ്ലാക്ക് കോളനീസ് ആയിട്ടായിരിക്കും വളരുക. ഇനി എൻറിച്ച്മെന്റ് ബ്രോത്ത് നമുക്ക് ഉപയോഗിക്കാം. എൻറിച്ച്മെന്റ് ബ്രോത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഗ്രാം നെഗറ്റീവ് ബ്രോത്ത് നമുക്ക് ഉപയോഗിക്കാം. ദെൻ സെല്ലിനൈറ്റ് F ബ്രോത്ത് എന്ന് പറയുന്ന ബ്രോത്ത് നമുക്ക് ഉപയോഗിക്കാം. ടെട്രാതയോണൈറ്റ് ബ്രോത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിക്കാം. സോ ദീസ് ആർ ദ കൾച്ചർ മീഡിയ. ഇനി ഷിഗല്ല പടരുന്നത് എങ്ങനെയാണ്, അപ്പോൾ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി കണ്ടാമിനേറ്റഡ് അണുള്ള കണ്ടാമിനേറ്റഡ് ഫിംഗേഴ്സ് വഴി വിരലുകളിലൊക്കെ ഇത് വന്നു പെടും. അങ്ങനെ അത് പകരാം. ഭക്ഷണത്തിലൂടെ പകരാം, വെള്ളത്തിലൂടെ, ചിലപ്പോൾ ചില ഫ്ലൈസ് വഴിയും പകരാം. സോ ഫോർമൈറ്റ്സ് വഴി ഇത് പകരാം എന്നുള്ളതാണ്. ആൻഡ് ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ അസുഖം ഷിഗല്ല മൂലമുള്ള ഡിസെൻട്രി അല്ലെങ്കിൽ ഷിഗല്ലോസ് ഒക്കെ മനുഷ്യനിൽ മാത്രം ഓൺലി ഇൻ ഹ്യൂമൻ ആണ് ഇത് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഷിഗല്ല ഡിസെൻട്രി ഒക്കേഴ്സ് ഓൺലി ഇൻ ഹ്യൂമൻസ്, മറ്റു മൃഗങ്ങളിലൊന്നും ഇല്ലാത്ത അസുഖമാണ്. മറ്റൊരു കാര്യം, ഷിഗല്ലോസിസ് ഉണ്ടാക്കാൻ വെറും 10 to 100 ബാസില്ലയുടെ അളവ് മതി എന്നുള്ളതാണ്. വെറും 10-100 ബാസില്ലയൊക്കെ ഉണ്ടെങ്കിൽ അസുഖം പിടിക്കാം. വെരി ലോ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞതാണ്. ലൈക്ക് നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചത് എൻട്രോഹെമറോജിക് ഈക്കോളൈ, അങ്ങനെയാണ്, അതിനും ലോ ഡോസ് മതി. ദെൻ സാൽമണല്ല ടൈഫിക്ക് 10:3 to 10:6 ഒക്കെ വേണം. ദെൻ നമ്മുടെ വിബ്രിയോ കോളറ ആണെങ്കിൽ 10 to 6, ദെൻ 10:9 ഇത്രയൊക്കെ വേണം. ഇത് വെറും 10 to 100 എണ്ണം ഉണ്ടെങ്കിൽ അസുഖം റെഡിയാണ്. അപ്പോൾ ബാസില്ലയുടെ പത്തോജെനസിസ് പറഞ്ഞാൽ ഇത് നമ്മുടെ കുടലുകൾ ഏതെങ്കിലും ഭാഗമാണെങ്കിൽ ഇവിടുത്തെ സെല്ലുകൾ ആണ് എൻട്രോസൈറ്റ്സ് എന്ന് പറയാം. സോ ഇവിടെ M സെൽസ് ഉണ്ടല്ലോ, M സെൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ ഈ M സെൽസിലേക്കാണ് ഇത് ആദ്യം കയറുക. ഇൻവേഷൻ ബൈ ലാർജ് വിറുലൻസ് പ്ലാസ്മിഡ് എന്ന് പറയുന്ന സംഭവം വഴിയാണ് ഇത് ഇതിനകത്തേക്ക് കയറുക. ദെൻ ഹോസ്റ്റ് സെല്ലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഇവിടെ ഇത് ചെയ്യുന്നത് ആക്റ്റിൻ പോളിമറൈസേഷൻ. ഹോസ്റ്റ് സെല്ലിലെ ആക്റ്റിൻ നമുക്ക് എന്താണെന്ന് അറിയാം, ആക്റ്റിൻ പോളിമറൈസേഷൻ നടത്തുന്നു. സോ ഇങ്ങനെ ഇവിടെ നിന്ന് ആക്റ്റിൻ പോളിമറൈസേഷൻ ചെയ്തിട്ട് അടുത്തത് നമ്മൾ ആക്റ്റിൻ റോക്കറ്റ് ഒക്കെ നമ്മൾ വേറെ ചിലതിനകത്ത് പഠിച്ചായിരുന്നു. സെയിം അതേപോലെ ഇത് ഇതിനകത്തേക്ക് സെൽ ടു സെൽ അങ്ങോട്ട് കയറും. സോ ഇൻഡ്യൂസിങ് ആക്റ്റിൻ പോളിമറൈസേഷൻ ആണ് പടരാൻ ഉപയോഗിക്കുന്ന മാർഗം. അപ്പോൾ ഇതിനകത്ത് ടോക്സിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോടോക്സിൻസ് ഉണ്ട്, ദെൻ എൻഡോടോക്സിൻസും ഉണ്ട്. എക്സോടോക്സിൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡറോടോക്സിൻസ് ആണ്. എൻഡറോടോക്സിൻ ആണ് ഇപ്പോൾ ഷിജല്ല എൻഡറോടോക്സിൻ 1 and 2 ഉള്ളത് നമ്മുടെ ഫ്ലെക്സിനറിയിലൊക്കെ ഉള്ളതാണ്. സോ ഡിഫ്തീരിയ ടൈപ്പിൽ ഷിഗോടോക്സിൻ ആണ്. ഷിഗോടോക്സിൻ എന്ന് പറയുന്ന ടോക്സിൻ ആണ്. സോ ദിസ് സൈറ്റോടോക്സിൻ ആണ്. ആൻഡ് ഇവിടെ പ്രവർത്തന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. സെല്ലിനകത്ത് പ്രോട്ടീൻ ഉണ്ടാകുന്നത് തടയുന്നു. 60S റൈബോസോമിന്റെ അകത്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചത് ഇലോങ്ങേഷൻ ഫാക്ടർ 2ന്റെ സിന്തസിസ് തടയുന്നു, അല്ലെങ്കിൽ ആ ട്രാൻസ്ലേഷൻ ഇൻഹിബിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസ്ലേഷണൽ പ്രോസസ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് തന്നെയാണ് ട്രാൻസ്ലേഷൻ, അത് തടയുകയാണ്. സോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന വേറെ ചില ആൾക്കാർ നമ്മൾ പറഞ്ഞതായിരുന്നു. ഡിഫ്തീരിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരാൾ. ഇനി പറയേണ്ടത് സ്യൂഡോമോണാസ് നമുക്ക് പറയാനുണ്ട്. ദെൻ ഈ കോളയിലെ ചില ഡയറിയോജനിക് സംഭവങ്ങളും ഇത് പോലെയുള്ള പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. അപ്പോൾ ഈ എൻഡോടോക്സിൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എൻഡോടോക്സിൻ ചെയ്യുന്നത് ഇൻഡസ്റ്റൈനൽ ഇൻഫ്ലമേഷൻ ആണ്. ഇൻഡസ്റ്റൈനൽ ഇൻഫ്ലമേഷൻ, അവിടെ നീർവീക്കം ഒക്കെ ഉണ്ടാക്കലാണ് ഇതിന്റെ പരിപാടി. അൾസറേഷൻ, മുറിവുണ്ടാക്കൽ, ഇതെല്ലാമാണ് എൻഡോടോക്സിൻ ചെയ്യുക. അപ്പോൾ ഇനി പറയേണ്ടത്
അടുത്തത് ഷിജല്ല മൂലമുള്ള ഡിസെൻട്രിയെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഷിജല്ല ഡിസെൻട്രി സാധാരണ അക്യൂട്ട് ഓൺസെറ്റ് ആണ്. ഷിജല്ല ഡിസെൻട്രി ഷിവർ വിറയലുണ്ടായിരിക്കും, ഹൈ ഫീവർ നല്ല പനിയൊക്കെ ഉണ്ടായിരിക്കും, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, ദെൻ ഓർ ക്രാംസ് വയറ്റിൽ കൊളുത്തുപിടുത്തം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാവും. പിന്നെ പ്രകടമായി കാണുന്നത് ഹൈ എമൗണ്ട് ഓഫ് മ്യൂക്കസ് ഉണ്ടാവും അല്ലെ, ധാരാളം മ്യൂക്കസ് മാത്രമാണോ? ഡിസെൻട്രിയിൽ ബ്ലഡും ഉണ്ടായിരിക്കും, ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ. അതുകൊണ്ടാണ് ബ്ലഡി ഡയറിയ ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. സോ ബ്ലഡി ഡയറിയ ഡിസെൻട്രി ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇൻവേസീവ് ഡയറിയ ആണ് ഇത് ഉണ്ടാക്കുക, ഇൻവേസീവ് ഡയറിയ. ഇത് പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ്സ് ഇൻ ദ റെക്ടം ആൻഡ് കോളൺ. റെക്ടമിലും കോളണിലുമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റെസ്റ്റൈനിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫറേഷൻസ്, ഇൻറ്റെസ്റ്റൈനിൽ പെർഫറേഷൻസ്, തുള വീഴാം, ദെൻ ടോക്സിക് മെഗാകോളോൺ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാം, റെക്ടൽ പ്രൊലാപ്സ് ഉണ്ടാകാം. പിന്നെയുള്ള കോംപ്ലിക്കേഷൻ സം മെറ്റാബോളിക് ആണ്. മെറ്റാബോളിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ബ്ലഡ് ഷുഗർ ലെവൽ താഴുക, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം, അല്ലെങ്കിൽ ബ്ലഡ് സോഡിയം ലെവൽ താഴുക എന്ന് പറയുമ്പോൾ ഹൈപ്പോനേട്രീമിയാണ് അത്. ദെൻ ഡീഹൈഡ്രേഷൻ, ജലാംശം നഷ്ടപ്പെടുക, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് മെറ്റബോളിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. ചിലരിൽ ഇപ്പോൾ HLA, B27 എക്സ്പ്രസ് ചെയ്യുന്നവരിൽ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട്. ഏതൊക്കെയാണ്? ലൈക്ക് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ജോയിന്റിനൊക്കെയുള്ള പ്രശ്നമാണ്. കണ്ണിലാണെങ്കിൽ ഓക്കുലാർ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാം. ദെൻ പിന്നെ ഉള്ളത് യൂറിത്രൈറ്റിസ് പോലുള്ളത്. സോ ഇത് ഇൻഫെക്ഷനൊക്കെ വന്നു പോയി ഒരു മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻ വന്നു പോയതിനു ശേഷം പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ഇമ്മ്യൂണോളജിക്കൽ പ്രശ്നങ്ങളാണ്, ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഷിജല്ല ഡിസെൻട്രി ടൈപ്പ് 1. ഷിജല്ല ഡിസെൻട്രി ടൈപ്പ് 1 മൂലം അവയിലെ സിഗാടോക്സിൻ മൂലം ഉണ്ടാകാവുന്ന ഒരു കോംപ്ലിക്കേഷൻ, ഫേമസ് കോംപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം, HUS എന്നാണ് നമ്മൾ എഴുതുക. സോ ഇത് ഉണ്ടാകാം. ഇഞ്ചുറി ടു സ്മോൾ ബ്ലഡ് വെസൽസ് ഓഫ് കിഡ്നിയിലെയും ബ്രെയിനിലെയും ബ്ലഡ് വെസലിന് ഇഞ്ചുറി ഉണ്ടാകുന്നതാണ്. സോ ബ്ലഡ് വെസൽ ഇഞ്ചുറി, ബ്ലഡ് വെസലിൽ പൊതു ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇവിടെ കൊയാഗുലേഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റ് ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എത്തുന്ന RBC അവിടെ എത്തുമ്പോൾ അത് ഹീമോലൈസിസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഹീമോലൈസിസ് ഉണ്ടാകും. സോ കിഡ്നിയുടെ ഗ്ലോമർലസിലെ എൻഡോത്തീലിയൽ സെൽസിന് ഇഞ്ചുറി ഉണ്ടാകുന്നു. അപ്പോൾ മൊത്തത്തിൽ ഉണ്ടാകാവുന്നത് വിളർച്ച, അനീമിയ ഉണ്ടാകും. ഡിക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റിന്റെ എമൗണ്ട് കുറയും എന്നുള്ളതാണ്. എൻഡോത്തീലിയൽ ഇഞ്ചുറി എല്ലാം ഉണ്ടാകും. സോ അവിടെ പനി ഉണ്ടോ എന്ന് വെച്ചാൽ ഫീവർ ഇല്ല എന്നുള്ളതാണ്. ഫീവർ ഇല്ല. റീനൽ ഫെയിലിയർ ഉണ്ട്. ദെൻ എൻസെഫലോപ്പതി, ബ്രെയിനിലെ പ്രശ്നമാണ് എൻസെഫലോപ്പതി. സോ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം എന്ന് പറയുന്നു. സോ മറ്റൊരു പ്രശ്നം മെറ്റബോളിക് കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. അതിന്റെ പേര് എക്കിറി, എക്കിറി സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നമാണ്. സോ ഷിജല്ലോസിസ് വന്ന് ടോക്സിക് എൻസെഫലോപ്പതി നമ്മൾ ഇതിനകത്ത് പറഞ്ഞ എൻസെഫലോപ്പതി ആകുന്നതാണ് ഈ എക്കിരി സിൻഡ്രോം എന്ന് പറയും. സോ ഷിജല്ലയുടെ ട്രീറ്റ്മെന്റ് നമ്മുടെ ഫ്ലൂറോക്വിനോലോൺ ആയിട്ടുള്ള സിപ്രോഫ്ലോക്സാസിൻ ആണ് എന്ന് കൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലം ഷിജല്ലയെ കുറിച്ച് അവസാനിപ്പിക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.